പ്രിയപ്പെട്ട EV ഓണേഴ്സ്, എൻ്റെ പേര് നൗഷാദ് എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കേരളത്തിലെ EV ഓണേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ, EV ക്ലബ് അസോസിയേഷൻ ഉണ്ട്. ആ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ വളരെ അഭിമാനത്തോടു കൂടിയാണ്. കാരണം EV യൂസേഴ്സായ ആളുകൾക്ക് അറിയാം, നമുക്കറിയാം കേരളത്തിലെ മാർക്കറ്റിൽ EV ഏകദേശം പോപ്പുലറായിട്ട് 5 വർഷം ഇപ്പോൾ ആയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഞാനൊക്കെ പേഴ്സണലായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ EV ഓണേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ ചാർജിങ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാർജിങ് സ്റ്റേഷനുകൾ എങ്ങനെ കണ്ടെത്തുക, അതുപോലെ അതിനേക്കാൾ വലിയൊരു തലവേദനയാണ് ചാർജിങ് സ്റ്റേഷനുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, EV യൂസേഴ്സായ ആളുകൾക്കറിയാം, ഓരോ സ്ഥലത്തെത്തുമ്പോൾ പല കമ്പനികളുടെ EV ചാർജറുകളാണ് ഓരോ സ്റ്റേഷനിൽ ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ആ ഓരോ സ്റ്റേഷനും അനുയോജ്യമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരികയും ആ ആപ്പുകളുടെ വാലറ്റിലേക്കും അതുപോലെ അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ട ഒരു സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു സാങ്കേതികമായുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 500ഓളം EV ചാർജിങ് മെഷീൻ നൽകുന്ന കമ്പനികൾ ഇന്ന് നിലവിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു EV ഓണറുടെ ഫോണിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ആപ്പെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സാധാരണ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഷോപ്പുകളിലൊക്കെ സാധനം വാങ്ങാനും മറ്റൊക്കെ പോകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആരും പ്രത്യേകിച്ച് ആപ്പുകളോ അല്ലെങ്കിൽ വേറെ സംവിധാനങ്ങളൊന്നും കരുതി പോകുന്നില്ല. ജസ്റ്റ് ഒരു ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സിസ്റ്റം ഇതാ ഇപ്പോൾ നമ്മുടെ താമരശ്ശേരിയിലുള്ള KC EV ചാർജിങ് സ്റ്റേഷൻ, ഈ ചാർജിങ് സ്റ്റേഷൻ പ്രഭ EVയുടെ അണ്ടറിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. ഈ ചാർജിങ് സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അഭിമാനത്തോട് പറയാനുള്ളത് നമ്മുടെ മെമ്പറും കൂടി ആയിട്ടുള്ള ഗോവിന്ദ് ബ്രോ ആണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തികച്ചും EV ഓണേഴ്സിനെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ മുന്നേറ്റം തന്നെ പറയേണ്ടി വരും. ഒരു ജസ്റ്റ് ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാവുന്നൊരു സംവിധാനത്തിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയാം. നമ്മുടെ വണ്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെ അത് മുഖാന്തരം ചാർജ് ചെയ്യാന്നുള്ളൊരു സംവിധാനം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷനിലെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് നോക്കാൻ പോവാണ്. നമുക്കറിയാം, സാധാരണഗതിയിലുള്ള ഒരു 30 കിലോവാട്ടിൻ്റെ മെഷീൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഇതാ നമ്മളിവിടെ സ്റ്റേഷനിൽ എത്തുന്നു. ഈ മെഷീൻ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റ് ഇതാ ഫുൾ പവറിൽ വന്ന് ചാർജിങ് റെഡിയാണെന്നുള്ള രൂപത്തിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മുടെ ഈ ഗണ്ണ് ഒന്ന് ജസ്റ്റ് ഇവിടുന്ന് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താ വെച്ചാൽ, നമ്മുടെ ഫോണിലുള്ള ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്താണെന്നുള്ളത് വെച്ചാൽ ആ ഒരു ആപ്പ് നമ്മൾ ജസ്റ്റ് എടുത്തതിന് ശേഷം സാധാരണ നമ്മൾ കടകളിലും മറ്റൊക്കെ പോയി ചെയ്യുന്നത് പോലെ ജസ്റ്റ് നമ്മുടെ കടയിലെത്തിക്കഴിഞ്ഞാലുള്ളതുപോലെ QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എത്ര രൂപക്ക് ചാർജിങ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 100 രൂപക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ആ 100 രൂപ എന്നുള്ളത് നമ്മൾ കടയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, അത്രേ ഉള്ളൂ. വെരി സിമ്പിളാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പിൻ അടിച്ചിട്ട് ഇതാ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമ്മുടെ ചാർജിങ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പെർസെൻറ്റേജൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. 53% വണ്ടിയിലുള്ള ചാർജർ കാണിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ സ്ക്രീനിലും തന്നെ സമാനമായിട്ട് ചാർജിങ് തുടങ്ങിയതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു നമ്മളൊരു പുതിയ കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും എങ്ങനെ ഒരു UPI ചാർജിങ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ചാർജിങ് തുടങ്ങുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത്തരം സംശയങ്ങൾക്കൊന്നും നമ്മൾ ഇടവരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇവർ തന്നെ, പ്രസ്തുത കമ്പനി തന്നെ ഇവിടെ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാ നമ്മൾ പ്ലഗ് ദ ഗൺ അതാ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എത്തിക്കഴിഞ്ഞാൽ എമർജൻസി ബട്ടൺ
പിന്നെ റിലീസ്ഡ് അല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ചാർജർ കണക്ട് ചെയ്യുക. ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ QR കോഡ് നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ എടുത്തിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുക. ഒരു വെയിറ്റ് 45 സെക്കൻഡ് 45 സെക്കൻഡ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട് സത്യത്തിൽ, പക്ഷെ അത്ര പോലും എടുത്തിട്ടില്ല എന്നുള്ള സത്യം. ഒരു 10-20 സെക്കൻഡിനകത്ത് തന്നെ ചാർജിങ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ചാർജിങ് നമുക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് 100, 200, 500, 1000 എത്ര വെച്ചാൽ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സംശയം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർക്ക് ഉണ്ടാവും. ഇപ്പോൾ 500 രൂപയ്ക്ക് നമ്മൾ ചാർജിങ് കൊടുത്തു, ഏതോ കാരണത്താൽ നമ്മൾ 200 രൂപയ്ക്കൊക്കെ ആവുന്ന സമയത്ത് തന്നെ ചാർജിങ് നിർത്തി പോകുന്നൊരു അവസരം വന്നു. അപ്പോൾ ആ സമയത്ത് ബാക്കി ഫണ്ട് എന്താവും എന്നുള്ളൊരു ചോദ്യം ചിലർക്കെങ്കിലും ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു പേടിയും നമുക്ക് ആവശ്യമില്ല. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് റീഫണ്ട് ആവും. ഇതിലൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ഉള്ള സംവിധാനം അനുസരിച്ച് നമ്മളെ ആപ്പുകൾ മുഖാന്തരം പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളുടെ വാലറ്റിലേക്കാണ് നമ്മൾ പൈസ നിക്ഷേപിക്കുന്നത്. അവിടെയും നമ്മൾ പിന്നെ ഒരു 500 രൂപക്ക് സെലക്ട് ചെയ്തിട്ട് 200 രൂപക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 300 രൂപ തിരിച്ച് റീഫണ്ട് ആവും. പക്ഷേ അവിടുത്തെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റീഫണ്ട് ആവുന്നത് നമ്മുടെ ആപ്പിലേക്കാണ്. ആ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ എപ്പോഴാണോ അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്നത്, അതാത് കമ്പനിയുടെ ചാർജ് സ്റ്റേഷനിൽ എത്തുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടുത്തെ കേസ് അതല്ല. ഇവിടെ നമുക്ക് നമ്മുടെ ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ നമ്മുടെ ഫണ്ട് നമ്മുടെ ഓൺ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും നമ്മുടെ മറ്റുള്ള ഏതൊരു ആവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പിന്നെ വളരെ ചരിത്രപരമായ മുന്നേറ്റമാണ്. നമ്മുടെ മെമ്പർ കൂടിയായിട്ടുള്ള ഗോവിന്ദിനെ ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നതിന് നമ്മുടെ EV ക്ലബിൻ്റെ പേരിലും അതുപോലെ എൻ്റെ പേരിലൊക്കെ ഞാൻ പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ മെയ് മാസത്തിൽ കൊച്ചിയിൽ വെച്ചിട്ട് EV ക്ലബിൻ്റെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് ആ പരിപാടിയിൽ വെച്ച് തന്നെ നമ്മുടെ ഗോവിന്ദ് ബ്രോ അവിടെ നമ്മുടെ ഈ UPI ചാർജ് സിസ്റ്റം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ അതിലുണ്ടായിരുന്ന ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കംപ്ലീറ്റ് റിഫൈൻഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇത് ലോഞ്ച് ആയിരിക്കുന്നത് വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ താമരശ്ശേരിയിലുള്ള KC EV ചാർജിങ് സ്റ്റേഷനിലാണ്. ഈ ചാർജിങ് സ്റ്റേഷനെ കുറിച്ചും ഒരു 2 വാക്ക് സംസാരിക്കാൻ തോന്നുന്നു. ഒരു നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള സ്നാക്സ് അവൈലബിൾ ആണ്. അതുപോലെ ഫ്രൈഡ് ചിക്കൻ, അതുപോലെ ഇനിയിപ്പോൾ ഒരു കടയിൽ കൂടി ഹോട്ടൽ കൂടി വരുന്നുണ്ടെന്ന് കേട്ടു. അതുപോലെ പിന്നെ പ്രെയർ ഹാള് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ എന്താ പറയുക, നമുക്ക് ഈ ചാർജ് ചെയ്യുന്ന സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. നമ്മൾ സത്യത്തിൽ EV ക്ലബ്ബ് എന്നുള്ള ഈ ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ചാർജിങ് സ്റ്റേഷൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്കറിയാം, നമുക്ക് നേരത്തെ കേരളത്തിൽ ഏകദേശം ഒരു വർഷം പിന്നോട്ട് പോയാൽ മതി. ഒരു വർഷം പിന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഒരു 30 കിലോവാട്ടിൻ്റെ സ്റ്റേഷനാണ്. ഈ 30 കിലോവാട്ടിൻ്റെ ഇതുപോലത്തെ ഒരു സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പല സ്വകാര്യ കമ്പനികളും പല വ്യക്തികളും പല അസോസിയേഷനുകളുടെയൊക്കെ പേരിൽ 13 മുതൽ 15 ലക്ഷം വരെ പിന്നെ ഈടാക്കുന്ന ഒരു സംവിധാനം നിലനിന്നിരുന്നു. അന്ന് നമ്മുടെ EV ക്ലബ്ബാണ് ഇതിന് ഇത്രയൊന്നും കോസ്റ്റ് വരുന്നില്ല, ഇത് നമുക്കൊരു 7-8 ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും, ഇത് വളരെ എന്താ പറയുക ആളുകളെ ഇതിലൊരു തീവട്ടിക്കൊള്ള നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നത് അന്ന് EV ക്ലബ്ബായിരുന്നു. അന്ന് നമ്മൾ 7 ലക്ഷം രൂപയ്ക്ക് ചാർജർ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പല ആളുകളും നമ്മളെ അന്ന് പരിഹസിച്ചു. ആ പരിഹാസത്തിനേക്കുള്ള മറുപടികളാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ പിന്നെന്താ പറയുക ഈ ചാർജിങ് സ്റ്റേഷനിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 6-7 മാസം മുമ്പ് തന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള ഒരു ചാർജർ അന്ന് സ്ഥാപിച്ചുകൊണ്ട് 13 വേണ്ട, 15 വേണ്ട, 10 വേണ്ട, ഒരു 7 ലക്ഷം രൂപയ്ക്ക് തന്നെ ചാർജർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തെളിയിച്ചതായിരുന്നു. അപ്പോൾ അത് വീണ്ടും നമ്മുടെ ഗോവിന്ദ് ബ്രോ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പോയി ഇപ്പോൾ ചാർജറിൻ്റെ കോസ്റ്റ് മാത്രമല്ല, ആ കോസ്റ്റിൻ്റെ പുറമേ നമുക്ക് ഈ ആപ്പുകളുടെ നൂലാമാലകളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് പിന്നെ EV ക്ലബിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.